ആകാശവാണി വാർത്താവീക്ഷണം. ഹർ ഘർ തിരങ്ക, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും വാനോളം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാക ഉയർന്നു പാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് ആ രാജ്യത്തിന്റെ കരുത്തും അഭിമാനവുമാണ്. നമ്മുടെ ദേശീയ പതാക കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രധ്വനിയും വിഭജിക്കാനാവാത്ത ഐക്യത്തിന്റെ ഊർജവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ തിളക്കമാർന്ന പ്രതിബിംബവുമാണ്. വാനിൽ പറക്കുന്ന ഓരോ നിമിഷത്തിലും അത് ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല പടർത്തുകയും നാടിനോടുള്ള കടമകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രമുഖ ദേശീയ പ്രചാരണ പരിപാടിയാണ് ഹർ ഘർ തിരങ്ക. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായി തിരങ്കയെ വീടുകളിലേക്ക് കൊണ്ടുവരാനും അഭിമാനത്തോടെ ഉയർത്താനും ഓരോ ഇന്ത്യക്കാരനെയും ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ മഹനീയ ദേശീയ യജ്ഞത്തിലൂടെ ദേശീയ പതാക വെറുമൊരു ഔദ്യോഗിക പ്രതീകം മാത്രമല്ല, മറിച്ച് ഓരോ പൗരന്റെയും ജീവിതത്തോടും ചിന്തകളോടും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ഇന്ത്യൻ പൗരനും സ്വന്തം വീടുകളിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ഇതിലൂടെ പ്രകടമാക്കുകയാണ്. മതം, ഭാഷ, സംസ്കാരം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങളെ ഒരൊറ്റ രാഷ്ട്രമെന്ന ബോധത്തോടെ ഒരുമിപ്പിക്കാനും ഈ പരിപാടിക്ക് കഴിയുന്നു. സ്വാതന്ത്ര്യദിനത്തിലും മറ്റ് ദേശീയ ആഘോഷങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ മൂല്യങ്ങളെ ആദരിക്കുന്ന മനോഭാവം വളർത്തുന്നതിനും ഇത് സഹായകമാണ്. പതാക ഉയർത്തുന്നതിന്റെ നിയമങ്ങളും ബഹുമാനിക്കേണ്ട രീതികളും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതും പ്രധാനമാണ്. കോടിക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർന്നത് ജനങ്ങളിൽ അഭിമാനവും ആവേശവും ഉണർത്തി. സോഷ്യൽ മീഡിയയിലെ സെൽഫി വിത്ത് തിരങ്ക ക്യാമ്പയിൻ വഴി ഡിജിറ്റൽ തലത്തിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനും സാധിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹർ ഘർ തിരങ്ക പ്രചാരണം രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ വലിയൊരു ആവേശത്തോടെ ഒന്നിച്ചു ചേർത്തുവെന്ന് മൻ കി ബാത്തിന്റെ 136ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരങ്ക യജ്ഞം വൻ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തികഞ്ഞ ആദരവോടെയും അഭിമാനത്തോടെയും നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക വാനോളം ഉയർത്താം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണിത്. അവരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ തിരങ്ക ഉയർത്തുന്നതിലൂടെ പൗരന്മാർക്ക് രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കൂടുതൽ ശക്തമാകുന്നു. ഒരു പതാക ഉയർത്തുന്നതിനുമപ്പുറം ദേശസ്നേഹവും പൗരബോധവും ഐക്യവും വാനോളം ഉയർത്തുന്ന ജനകീയ വികാരമാണ് ഹർ ഘർ തിരങ്ക. ഈ പ്രചാരണത്തിലൂടെ ദേശീയ പതാകയുമായുള്ള ജനങ്ങളുടെ ആത്മബന്ധം വളർത്താനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളിൽ ഹർ ഘർ തിരങ്ക പരിപാടി വിപുലമായാണ് നടപ്പിലാക്കിയത്. നിരവധി ആളുകൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് ഈ പ്രചാരണത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്യാമ്പയിന് രാജ്യമെമ്പാടും വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും മുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനകളും സ്വയം സഹായ സംഘങ്ങളും വരെ ഇതിന്റെ ഭാഗമാകുന്നു. ദേശസ്നേഹ സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, വിവിധ സായുധ സേനകൾ എന്നിവയുടെ സജീവ പിന്തുണയുണ്ട്. തിരങ്ക എല്ലാവരിലേക്കും എളുപ്പത്തിൽ എത്തിക്കുന്നതിനായി വൻതോതിൽ പതാകകൾ നിർമ്മിക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ പ്രധാന പങ്കാണ് വഹിച്ചത്. വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ അതിവിപുലമായ പരിപാടികളാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി ഹർ ഘർ തിരങ്കയിൽ പങ്കാളികളാകാം. ദേശീയ പതാക വീട്ടിൽ ഉയർത്തുന്നത് തിരങ്കയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി മാറുന്നു.
പതാക ഉയർത്തുന്നതിനൊപ്പം ജനങ്ങൾക്ക് പതാകയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നേടാനുമുള്ള അവസരവുമുണ്ട്. ഒരു രാജ്യം ഒരു സ്വരം എന്ന ആശയത്തിൽ വന്ദേമാതരം മനസ്സിലുണർത്തി അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്തുന്ന പ്രൗഢോജ്വലമായ ഫോട്ടോകളും സെൽഫികളും harghar.tiranga.com-ൽ പൌരന്മാർക്ക് പങ്കിടാവുന്നതാണ്. തിരങ്ക ബൈക്ക് റാലിയിലും തിരങ്ക സൈക്കിൾ റാലിയിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള പൌരന്മാരെ ഉൾപ്പെടുത്തി ഇത് ഒരു ജനകേന്ദ്രീകൃത പ്രസ്ഥാനമായി മാറുമ്പോൾ രാഷ്ട്രത്തിന്റെ കരുത്തും മഹത്വവുമാണ് തെളിഞ്ഞുകാണുന്നത്. ഹർഘർ തിരങ്ക പ്രചാരണത്തിന്റെയും 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെ ഈ ക്വിസിൽ പങ്കെടുക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ദേശീയ പതാകയുടെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കുന്നതിനൊപ്പം യുവാക്കളിൽ ദേശസ്നേഹവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താനും മൈ ഭാരത് പ്ലാറ്റ്ഫോമുമായുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം സഹായിക്കുന്നു. മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കേണ്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ക്വിസിലുള്ളത്. ഭാഷണി സംവിധാനം വഴി പോർട്ടലിൽ ലഭ്യമായ ഏതു ഭാഷയിലും ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ദേശീയ പതാകയുടെ ചരിത്രവും വികാസവും രൂപകൽപ്പന ചെയ്ത പ്രമുഖരുടെ സംഭാവനകൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, ഫ്ളാഗ് കോഡ്, മറ്റ് ദേശീയ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ക്വിസിൽ പങ്കെടുക്കാം. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ യുവാക്കളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്തമുള്ള പൌരബോധവും വളർത്താനാണ് മൈ ഭാരത് ഈ ക്വിസിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ പതാകയുടെ പ്രാധാന്യം ആഘോഷിക്കുന്ന ഈ വിജ്ഞാനപ്രദമായ പരിപാടിയിൽ പങ്കാളികളാകാൻ രാജ്യത്തുടനീളമുള്ള യുവാക്കളെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഓർമ്മിക്കാനും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കാനും ഹർഘർ തിരങ്ക ഓരോ പൌരനും പ്രചോദനം നൽകുന്നു. ദേശീയ പതാകയെ ബഹുമാനിക്കുകയും അതിന്റെ മാന്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ദേശീയ പതാക ഉയർത്തുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഹർഘർ തിരങ്ക ദേശീയ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്ന ഒരു സുപ്രധാന ജനകീയ പ്രചാരണമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാകയെ ആദരിക്കുകയും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിൽ ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ പതാകയുമായുള്ള നമ്മുടെ ബന്ധം ഔദ്യോഗിക തലങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വ്യക്തിപരമായി മാറണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം. പൌരന്മാരിൽ രാജ്യസ്നേഹവും ഒരുമയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്ന ശക്തമായൊരു ജനകീയ പ്രസ്ഥാനമാണിത്. ദേശീയ പതാകയെ ആദരിക്കുകയും ദേശീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഹർഘർ തിരങ്ക എന്ന മുന്നേറ്റത്തിലൂടെ പുതിയ തലമുറയ്ക്ക് ദേശീയ പതാകയുടെ ഗൗരവവും രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ വീരന്മാരുടെ ത്യാഗവും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പതാക വീട്ടിൽ ഉയർത്തുന്നതിലൂടെ പതാകയോടുള്ള വ്യക്തിപരമായ അടുപ്പത്തോടൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള കൂട്ടായ പങ്കാളിത്തവും പ്രകടമാക്കപ്പെടുന്നു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്താനും ഇത് ലക്ഷ്യമിടുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഹർഘർ തിരങ്ക പ്രചാരണ പരിപാടിയുടെ നോഡൽ മന്ത്രാലയം. കഴിഞ്ഞ 4 വർഷത്തെ സജീവ പങ്കാളിത്തത്തിലൂടെ ഹർഘർ തിരങ്ക മാതൃകാപരമായ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷങ്ങൾ, ദേശീയ നേതാക്കൾക്കുള്ള ആദരം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ ദേശസ്നേഹം മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ഹർഘർ തിരങ്ക ക്യാമ്പയിനെ നെഞ്ചേറ്റി രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീടുകളിൽ ആവേശപൂർവ്വം ത്രിവർണ പതാക ഉയർത്തും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങളിലും പുരോഗതിയിലും പങ്കാളികളാകുമ്പോൾ ഓരോ പൌരന്റെയും ഹൃദയം ദേശസ്നേഹം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഹർ ഘർ തിരങ്ക, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും വാനോളം.